ഗൈസ്, ഇന്നത്തെ ദിവസം അത്ര നല്ല ദിവസമാണെന്ന് തോന്നുന്നില്ല. ഇന്ന് രാവിലെ ആക്ച്വലി ഞാൻ മുംബൈക്ക് പോകേണ്ടതായിരുന്നു. 7:50 ഫ്ലൈറ്റ്. ഇന്നലെ രാത്രിയിൽ ഭയങ്കര യുദ്ധമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. സോ ഇന്നത്തെ ട്രിപ്പ് ക്യാൻസലായി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു പെൻഡിങ് കിടപ്പുണ്ടല്ലോ, നമ്മുടെ സ്റ്റുഡിയോ ടൂറ് ആൻഡ് എൻ്റെ റൂം ടൂറ്. സോ ഇന്നത് ഷൂട്ട് ചെയ്യിക്കാന്ന് വെച്ചു. ഹോം ടൂർ കണ്ടവർക്കറിയാം, 2 നില വീടാണെങ്കിലും മുകളിൽ ഒറ്റ ബെഡ്റൂമേ ഉള്ളൂ. ആ ബെഡ്റൂം തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോയും എൻ്റെ റൂമും എല്ലാം അത് തന്നെ. സോ ഈ കാണുന്നതാണ് എൻ്റെ റൂമിൻ്റെ എൻട്രൻസ്. ആൻഡ് നമ്മളിവിടെ ഒരു ലാവനയുടെ ഒരു സ്മാർട്ട് ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ കൈ ഇങ്ങനെ വെച്ച് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ സ്റ്റുഡിയോ കാണാം. ആൻഡ് ദിസ് ഈസ് മൈ സ്റ്റുഡിയോ കം ബെഡ്റൂം കം എല്ലാം ആണ്. സോ ഇതിൻ്റെ ഒരു ബീറോൾ കാണാം അല്ലേ? സോ 3, 2, 1 go! Alexa, turn on studio. അപ്പോൾ ഇതാണ് എൻ്റെ വർക്ക് സ്പേസ്, ഡെസ്ക് സ്പേസ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഈ റൂമിൽ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഒത്തിരി വലുതായിട്ട് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹത്തിലൊന്നാണ് ഈ കാണുന്ന സ്റ്റുഡിയോ. ആൻഡ് ഇതൊരു ബെഡ്റൂം. എല്ലാവരും പറഞ്ഞു ബെഡ്റൂമിൽ തന്നെ വേണോ സ്റ്റുഡിയോ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എന്താ കുഴപ്പം, ഇതാകുമ്പോൾ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, പണിയെടുക്കുകയും ചെയ്യാം. സോ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന എൻ്റെ 4-5 വർഷത്തെ ഡ്രീം നിങ്ങൾക്ക് ഞാൻ റിവീൽ ചെയ്ത് തരാൻ പോകണം, എന്തൊക്കെ യൂസ് ചെയ്തേക്കുന്നതെന്ന്. ആൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആവും. സോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കാ? നിങ്ങളുടെ ഫ്രണ്ട്സിന്. അത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കിയാണ്. അപ്പോൾ എൻ്റെ സ്റ്റുഡിയോയിലോട്ട് ആദ്യം കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഐഫോൺ വെട്ടിപ്പൊളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഐഫോൺ എക്സിൻ്റെ മോഡൽ ആണ്. ഇത് ഒറിജിനൽ സാധനമാണ്. ബാറ്ററി മാത്രമേ ഉള്ളൂ ഡുപ്പ്. ബാക്കി പാർട്സും കാര്യങ്ങളും എല്ലാം ഒറിജിനലി അസംബിൾ ചെയ്ത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന സ്റ്റീവ് ജോബിൻ്റെ സൈനൊക്കെയുള്ള സാധനമാണ്. ഇതൊരു ഫ്രെയിമാണ്. ഇത് പുറത്തുനിന്ന് വരുത്തിച്ച സാധനമാണ്. അത് ആക്ച്വലി എൻ്റെ ഫേവററ്റ് സാധനത്തിലൊന്നാണ്. പാലുകാച്ചിൽ വന്നപ്പോൾ എല്ലാവരുടെയും കണ്ണ് ഇതിനകത്തോട്ടായിരുന്നു. ആൻഡ് ഇവിടെ എൻ്റെ റൂമിൽ വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഈ മിററിലാണ് ഞാൻ ഈ സുന്ദര കുട്ടപ്പൻ ഒരുങ്ങുന്നത്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിനു വേണ്ടിയല്ല, ഇത് റിംഗ് ലൈറ്റ് ഞാൻ ഉപയോഗിക്കുന്നത് ക്രിയോയുടെ റിംഗ് ലൈറ്റ് ആണ്. ഇതാണ് എൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്ത ലൈറ്റ്. ആൻഡ് ഇത് കണ്ടോ, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ട്രാവൽ ബാഗാണ്. ഇതിനകത്ത് 5 ദിവസത്തേക്കുള്ള തുണിയൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി ഇന്നലെ രാത്രി പോകേണ്ടതാണ് ഞാൻ. പിന്നെ ജീവൻ നമുക്ക് വേണമല്ലോ, ജീവൻ ഉണ്ടെങ്കിലല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് വീട്ടുകാർ പറഞ്ഞ് ഉപദേശിച്ചുകൊണ്ട് നമ്മൾ പോയില്ല. കിടിലം പരിപാടിയായിരുന്നു കേസ്, ഞാനത് മിസ് ചെയ്തു. പോട്ടെ. അപ്പോൾ ഈ മിററിൻ്റെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ 2 റാക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ റാക്കിൽ ഇത് അണ്ണന്മാരുടെ തന്നെ ഗിഫ്റ്റാണ് പാലുകാച്ചിന്. ആൻഡ് ഇത് നമ്മുടെ അടുത്തുള്ള ജിമ്മിൽ നിന്ന് കിട്ടിയത്. കുറേ മൊമെൻറ്റോസ് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് അങ്ങനെ വെക്കാറില്ല. പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ, കുഞ്ഞമ്മയുടെ വീട്ടിലും എൻ്റെ ആറന്മുളയിലെ വീട്ടിലൊക്കെയാണ് ഈ സാധനങ്ങൾ കൊണ്ടൊക്കെ വെച്ചേക്കുന്നത്. സോ സ്റ്റുഡിയോയിൽ എനിക്ക് അങ്ങനെ വെക്കുന്നത് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല. ആൻഡ് ഇവിടെ നമ്മുടെ എലിക്ക് എന്ന് പറഞ്ഞ ഒരു സാധനത്തിൻ്റെ റോബോട്ടുണ്ട്. എലിക്ക് റോബോട്ട് എന്നാണ് പറയുന്നത്. ഇത് യൂട്യൂബിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ കിട്ടിയ സംഭവമാണ്. മുകളിൽ പണ്ടത്തെ ഡ്രോൺ ഇരിപ്പുണ്ട്. ഒരു കുഞ്ഞു ഡ്രോൺ ഉണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. അത് ഇപ്പം അനക്കമൊന്നുമില്ല. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഗോദ്രേജിൻ്റെ ഒരു എയർ ഫ്രഷ്നർ ഇരിപ്പുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ 40 മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും, റൂം ഒന്ന് ഫ്രഷ്നെസ് ആകാൻ വേണ്ടി. സ്റ്റുഡിയോ എവിടെ നിന്ന് തുടങ്ങും? ആദ്യം എൻ്റെ ബെഡ്റൂമിലെ എൻ്റെ വാർഡ്രോബ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഭീമാകരമായി മുകളിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ പണിഞ്ഞിരിക്കുന്നതാണ് എൻ്റെ വാർഡ്രോബ്. ബ്ലാക്ക് കളർ തീമിലാണ്, മാറ്റ് ഫിനിഷിലാണ്. ഇത് നിങ്ങൾക്ക് തുറന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തുണിയൊക്കെ വെക്കാവുന്ന രീതിയിൽ തുണിയൊക്കെ വെക്കാവുന്ന രീതിയിൽ. അകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് വലിയ സീനില്ലാത്ത അത്യാവശ്യം സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ഇത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്ക് ആണേ, ഒന്നുമില്ലടേ. ഇവിടെ ഒറ്റ ഒരു വിൻഡോ മാത്രമേ നമുക്കുള്ളൂ. അത് ഞാൻ ബ്ലാക്ക് ബ്ലൈൻഡ് ഇട്ട് മൂടി. എനിക്ക് ലൈറ്റ് അകത്ത് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്തെ ലൈറ്റ് ഈ സൂര്യൻ ഇടയ്ക്ക് മങ്ങും ഇടയ്ക്ക് വരും. സോ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് സാധനത്തിനെ കാണാം. ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ച സാധനമാണ്. ഇവിടെ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാമായിരിക്കും. ഫൈറ്റർ ഫിഷ്. ഇടയ്ക്ക് ഫിഷിൻ്റെ ഫുഡ് ഇട്ട് കൊടുത്തേ ഉള്ളൂ, ഫിഷ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. ആൻഡ് ഇത് ക്യൂബോയുടെ ഒരു എയർ ഫ്രഷറാണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നാളായി ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇത് റൂമിലുള്ള എയർ പൊടി സാധനങ്ങളൊക്കെ വലിച്ചെടുത്ത് എയറൊന്ന് റീഫ്രഷ് ചെയ്ത് തരുമെന്നാണ് പറയുന്നത്. ഇതിന് ഗിഫ്റ്റ് കിട്ടിയത് എൻ്റെ ഫ്രണ്ട് അമൽ തന്നതാണ്. ആൻഡ് ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെൻ്റെ പേഴ്സണൽ ടേബിൾ പോലെ 2 സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ തുറക്കാം. മറ്റേ സാധനങ്ങളൊന്നുമില്ല, വാച്ചും കാര്യങ്ങളൊക്കെ കിടക്കുന്നു. ഇതൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു 2 സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ വെള്ളവും ടിഷ്യൂവും അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോറേജ്, ജസ്റ്റ് ഒരു ബെഡ് സൈഡ് മാത്രം.
ആൻഡ് ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഡിജിടെക്കിൻ്റെ ട്രൈപ്പോഡാണ്. ഇതിനകത്താണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത്. ക്യാമറയിൽ വീട്ടിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രൈപ്പോഡ് എടുക്കാം. ആൻഡ് ഇതൊരു സ്ലീപ്പ് കമ്പനിയുടെ ഒരു മാട്രസാണ്, ക്യൂൺ സൈസ് വരുന്ന മാട്രസാണ്. 2 തലയണ. ഇവിടെയാണ് ഞാൻ കിടന്ന് ഉറങ്ങാറ്. ഇവിടെ ഒരു ബെഡ് സൈഡിൽ ഒരു ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് തീമിൽ കൊടുത്തേക്കുന്ന ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മൾ RGB ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, റെഡ് കളറിൽ ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഞാനിപ്പോൾ ഒരു റെഡ് തീം പിടിച്ചു. എങ്ങനെയുണ്ട്? ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാത്റൂം കാണാം. അത് പ്രത്യേകിച്ചൊന്നുമില്ലേ, ഇത് ബ്ലാക്ക് കളർ ഡോറൊക്കെ വെച്ചിട്ട് അകത്തും ബ്ലാക്ക് കളർ ഞാൻ എൻ്റെ ഹോം ടൂറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നതും ഞാനും നിങ്ങളെ കാണിക്കാൻ ആകാംക്ഷയോടെ, ക്യാമറ അവിടെ പോയി കഴിഞ്ഞാൽ നല്ലപോലെ കാണാം, ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് എൻ്റെ ടേബിൾ സെറ്റപ്പ്. ഈ കാണുന്ന വിശാലമായ ഒരാളുടെ നീളത്തിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ടേബിളാണ്. കഷ്ടപ്പെട്ട് പണിഞ്ഞ ഒരു ടേബിൾ സെറ്റപ്പാണിത്. കേട്ടിട്ടുണ്ടോ? IKEA അവർ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി. അവരുടെ ഒരു മോഡൽ കോപ്പി അടിച്ച് ഇവിടുത്തെ നാട്ടുമ്പുറത്തെ ഇൻറ്റീരിയർ പണിയുന്ന ആൾക്കാരെടുത്ത് കാണിച്ചു കൊടുത്ത് പണിഞ്ഞാണ്. നിങ്ങൾക്കത് കാണാം. ടേബിളിൻ്റെ ഡ്രോയറിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് വല്ല സാദൃശ്യമുണ്ടെങ്കിൽ തികച്ചും യാദൃശികം മാത്രം. ഒരു വുഡൻ തീമിലുള്ള ഇത് HDHMR എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് 2 ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. HDHMR എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തേക്കുന്ന ഒരു ടേബിളാണ്. ഞാനിവിടെ നിങ്ങൾക്കിപ്പം ദൂരോട്ട് പോയി കഴിഞ്ഞാൽ കാണാം 2 ചെയേഴ്സാണ്. എൻ്റെ കമ്പ്യൂട്ടർ ഉറങ്ങരുത്. 2 ചെയേഴ്സാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടോ, ഇത് ലീതൽ ബ്ലാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2 മോഡൽ സാധനമാണ്. 2 മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഗെയിമിംഗ് ചെയേഴ്സാണ്. സോ 2 എന്തിനാണെന്ന് ചോദിച്ചാൽ എൻ്റെ ടേബിളിൽ 2 സിസ്റ്റം ഉണ്ട്, 2 കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്. ഒന്ന് അത് മാക് ബുക്കിൽ നിന്ന് ഞാൻ ഒരു ഡിസ്പ്ലേ പോർട്ട് എടുത്തിട്ട് ഉപയോഗിക്കുന്ന മാക് OS. രണ്ടാമത്തേത് വിൻഡോസ്, ഈ കാണുന്ന PC. ഇത് അറൗണ്ട് ഒരു 3-4 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ച് വരുന്ന എൻ്റെ PC ആണ്. അതിലൊക്കെ വരാം. അപ്പോൾ 2 പേർക്ക് സുഖമായി ഇരുന്ന് എഡിറ്റ് ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ 2 പേർക്ക് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിൽ. ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വരും, ചിലപ്പോൾ എഡിറ്റേഴ്സ് വരും, അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ആൾ അവിടെ വർക്ക് ചെയ്യും, ഈ ആൾ ഇവിടെ വർക്ക് ചെയ്യും. അങ്ങനെ രീതിയിൽ ഒരു വർക്ക് സ്പേസ് ആണ് ഞാൻ ഒരു മെയിൻലി ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അവരുടെ വീഡിയോ എഡിറ്റ് ചെയ്യും, എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യും. അങ്ങനെ ഒരു എഡിറ്റിംഗ് ഡെസ്ക്, അതൊക്കെ തന്നെയാണ് എൻ്റെ സ്റ്റുഡിയോ. എല്ലാ സമയത്ത് ഈ കസേര അങ്ങോട്ട് മാറ്റിയിടും, അതിന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചില്ലടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ ടേബിളിൽ എവിടെ നിന്ന് തുടങ്ങും? ആ സൈഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, എൻ്റെ ടേബിളിൽ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന ഷൗമി പാഡാണ്. കണ്ട ഐപാഡ് പോലെ ഇരിക്കുമെങ്കിലും ഷൗമി പാഡ് 6 ആണ്. നിങ്ങളൊരു 25-30K അണ്ടറിൽ ഒരു നല്ലൊരു ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. കിട്ടുന്ന സാധനമാണ്. 144 Hz ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് എൻ്റെ കണ്ടൻറ്റൊക്കെ ഞാൻ എഴുതി വെക്കുന്ന എൻ്റെ കണ്ടൻറ്റ് ബുക്കാണ്. ഇത് AMDയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ AMD തന്ന ബുക്കാണ്. എഴുതി വെക്കാറുണ്ട്, പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാറില്ല എന്നുള്ളത് വേറെ കാര്യം. ഇത് സാംസങ്ങിൻ്റെ, ഞാനിപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് സാംസങ് S25 ആണ്. പിന്നെ ഈ ഷൂട്ട് ചെയ്ത iPhone 15 Pro Maxും. ഇത് രണ്ടുമാണ് ഇപ്പം ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതെന്താ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇത് മറ്റേ വൈറലായ സോണിക് ലാമ്പിൻ്റെ ഹെഡ്ഫോൺ, മറ്റേ JBL സാധനം പോലെ സബ് വൂഫറൊക്കെ വെച്ചിട്ടുള്ള സാധനം, കുഴപ്പമില്ല. ഇത് ഞാൻ ഉപയോഗിക്കുന്ന കാറിൻ്റെ താക്കോൽ. ഓക്കെ, ഇതാണ് എൻ്റെ ട്രാവൽ പാർട്ട്ണർ. അല്ലാത്ത സമയത്ത് എൻ്റെ മാക് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ മാക് OS സ്റ്റുഡിയോയുടെ മെയിൻ ഹബ്ബ് എന്ന് പറയാം. ഇത് M3 Pro 16 512 GB മാക് ബുക്ക് ആണ്. ആൻഡ് ഇവിടെ പോട്രോണിക്സിൻ്റെ ഒരു സ്പീക്കർ ഇരിപ്പുണ്ട് 50 വാട്ട്സിൻ്റെ. ഇതാണ് ഇവിടെ സൗണ്ട് കൊടുക്കുന്നത്. ഇത് ക്രിയോയുടെ ഒരു ഇതിനെന്ത് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പാനൽ ലൈറ്റ് എന്നാണ് പറയുന്നത്. ആക്ച്വലി പാനൽ ലൈറ്റോ ഫേസ് ലൈറ്റോ അങ്ങനെ എന്തോ പറയുന്നത്. ഞാൻ ചില സമയത്ത് DSLR എടുക്കുന്ന സമയത്ത് ഈ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ടേബിൾ ഇവിടെ വരുമ്പോൾ ഇതും ക്രിയോയുടെ ഒരു കീബോർഡാണ്. ഇത് മാക്കിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ചെയർ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നല്ലതായിരുന്നു. മാക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇത് രണ്ടും ഈ കമ്പ്യൂട്ടറിന്. ഇത്രയും സാധനങ്ങൾ ഈ കമ്പ്യൂട്ടറിന്. ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 മൈക്കും കാര്യങ്ങളൊക്കെ കാണാം. ഹോളി ലാൻഡിൻ്റെ തന്നെയാണ് രണ്ടും. ഇത് പുതിയ മോഡൽ, ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ. ഇത് ലാർക്ക് M2 എന്ന് പറഞ്ഞ മോഡൽ, ആദ്യം ഇറങ്ങിയത്. മറ്റേ ബട്ടൺസ് പോലത്തെ ക്യാമറ, അതാണ് സംഭവം. ആൻഡ് ഈ റൂമും ഈ വീടും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സുന്ദരി കുട്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ദിസ് ഈസ് അലക്സ എക്കോ ഷോ 5 എന്ന് വിളിച്ചില്ല എക്കോ ഷോ 5 എന്ന് പറഞ്ഞ മോഡലാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ബഡ്ജറ്റിൽ മേടിച്ച് വീട് മൊത്തം സ്മാർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ പിന്നെ കാണിച്ചത് സ്മാർട്ട് ഹോമിൻ്റെ ആയിട്ട് വരും. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 2 വെബ് ക്യാമറ കാണാം. 2 അല്ല 3 ഉണ്ട്. എഴുന്നേറ്റ് വരുന്നത് ഇത്. നമസ്കാരം. കണ്ടോ, ഇത് ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് എന്നെ ട്രാക്ക് ചെയ്ത് പോകുന്ന ഒരു ഗിംബൽ ആക്സസ് ആയിട്ടുള്ള ഓപ്സ്ബോട്ട് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ വെബ് ക്യാമറ ആണ്. കിട്ടില്ല. എന്താ മോളെ, സുഖമാണോ? കണ്ടോ,
ഇതുപോലെ ട്രാക്ക് ചെയ്യും, നൈസാണ്. ഇത് ക്രിയോയുടെ വേറെ സാധനമാണ്. ആൻഡ് 2 മോണിറ്ററാണ് നമുക്കുള്ളത്. ഒരു ബെൻക്യൂവിൻ്റെ 27 ഇഞ്ചിൻ്റെ ഒരു IPS മോണിറ്ററും സാംസങ്ങിൻ്റെ 24 ഇഞ്ചിൻ്റെ ഒരു VA പാനലുള്ള മോണിറ്ററുമാണ്. എനിക്ക് ആക്ച്വലി MSIയുടെ ഒരു മോണിറ്റർ ഉണ്ടായിരുന്നു, അത് പിന്നെ അടിച്ചു പോയപ്പോൾ പിന്നെ ഇതങ്ങാക്കി. സാംസങ് ഇപ്പോൾ ഈയിടെ എടുത്ത കേരള സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് കളറിങ് ആണെങ്കിലും ബെൻക്യൂവിൻ്റെ കൂടെ പിടിച്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല ഈ സാധനത്തിന്, അറൗണ്ട് ഒരു 10 രൂപ 11 രൂപ റേഞ്ചും. ഇതിന് ഞാൻ മേടിച്ച സമയത്ത് 21 രൂപ ആ റേഞ്ചാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് 19 രൂപ സംതിങ് കണ്ടേ ഉള്ളൂ മോണിറ്ററിന്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് റാപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കീബോർഡ് ആൻഡ് മൗസ് കാണാം. ഇതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ലുക്ക് കണ്ടോ, ഭയങ്കര ഗ്രില്ല, ഓപ്പൺ ആയിട്ടുള്ള മൗസാണ്, നല്ല രസമാണ്. ഉപയോഗിക്കാനാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല, സെറ്റാണ്. ആൻഡ് ക്യാമറ അവിടുന്ന് വന്നാൽ ഞാൻ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ ക്യാമറ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കാര്യം കൂടെ കാണിച്ചു കൊടുത്ത ഒരു സാധനം കാണിച്ചു തരാം. ഇത് TP ലിങ്കിൻ്റെ ഒരു മെഷ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡിലായിട്ട്. സൂക്ഷിച്ച് നോക്കിയാൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ വൈഫൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം. ഈ മെഷ് ഞാൻ ഒറിജിനൽ മോഡത്തിൽ കണക്ട് ചെയ്തിട്ട് മെഷിൽ നിന്നാണ് ഈ വീട് മൊത്തം പോകുന്നത്. ആൻഡ് താഴെ നമ്മളൊരു മെഷ് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 മെഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നല്ല എനിക്ക് തോന്നുന്നു 3000 സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ട് കവറേജ് ഉള്ള ഒരു സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ല സാധനം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഡ്രീം സാധനമായിരുന്ന, ഇപ്പം എൻ്റെ ഒരു കാലത്ത് സ്വപ്നമായിരുന്ന, ഇപ്പം ഞാൻ അത് അച്ചീവ് ചെയ്തിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്വന്തം PC ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് RTX 3050 ഒക്കെ വരുന്ന ഇത് പ്രോസസ്സർ Ryzen 5 5600X വരുന്ന, ഇതിപ്പം പണിഞ്ഞിട്ട് 4 വർഷമായി കേട്ടോ. പിന്നെ മൊത്തം RGB സംഭവങ്ങളൊക്കെയാണ്. 750 വാട്ട്സിൻ്റെ ഗോൾഡ് കൂളർ മാസ്റ്ററിൻ്റെ പവർ സപ്ലൈയും അതുപോലെ 16 GB റാമും ഒക്കെ വരുന്ന ഒരു PC ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹവും ഭയങ്കര കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഞാൻ എയിം ചെയ്ത് മേടിച്ചൊരു സാധനമാണ്. സോ അതിൻ്റെ ഒരു മെമ്മറി എപ്പോഴും ഈ PC-യിലുണ്ട്. ആൻഡ് ഇപ്പോഴും സ്റ്റിൽ കുഴപ്പമില്ലാതെ ടച്ച് വുഡ് എങ്ങനെ അത് ടച്ച് വുഡ് ആയിട്ട് കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലൈക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. Windows 10 ഒക്കെ നല്ല പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അത് Windows 11 നമ്മൾ മാറ്റി കണ്ടോ. Windows 11 മാറ്റിയപ്പോഴത്തേക്ക് കറക്റ്റ് macOS തന്നെ അത് പോട്ടെ. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു സാധനം കാണാം. ഈ സാധനം നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു കിട്ടുന്ന സാധനമാണ്. ഇത് IR ബ്ലാസ്റ്റർ ആണ് ആക്ച്വലി. എൻ്റെ വീട്ടിലെ AC അതുപോലെ ഫാന് അതുപോലെ ലൈറ്റ്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, സ്മാർട്ട് ആക്കാൻ സാധിക്കും. എൻ്റെ റൂമിലെ AC ഉണ്ടാ കാണുന്നത് ഗോദ്റേജിൻ്റെ 5 സ്റ്റാർ 110 AC ആണ്. ഈ കാണുന്ന ACയെ ഞാൻ റിമോട്ട് ഉപയോഗിക്കാതെ അലക്സ വെച്ചിട്ട് അല്ലെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചറും കാര്യങ്ങളും ഓണും ഓഫ് ആക്കാനൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കുഞ്ഞപ്പനാണ് ഈ സാധനം. ഫോർ എക്സാമ്പിൾ, അലക്സ ചേഞ്ച് സ്റ്റുഡിയോ AC ടെമ്പറേച്ചർ ടു 23. ഓ സോറി ഗൈസ്, ഞാൻ എന്താ വരാത്തതെന്ന് അറിയോ, ഞാൻ അതിന് മുമ്പിൽ കയറിയുന്നില്ല, അതിന് സിഗ്നൽ കിട്ടുന്നില്ല. ഞാൻ ഇവിടെ നിൽക്കാം. അലക്സ ചേഞ്ച് സ്റ്റുഡിയോ AC ടെമ്പറേച്ചർ ടു 23. കണ്ടോ? ലൈക്ക് നമ്മൾ അതിൻ്റെ വിഷൻ മറക്കരുത്, അതൊരു IR അല്ലേ. സോ നമ്മൾ ഇതിങ്ങനെ ഡയറക്റ്റ് ഇതുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ അലക്സയായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഈ അലക്സ വെച്ചിട്ടും നമ്മുടെ വീട്ടിൽ ഇരുന്നോ ലോകത്തിൽ എവിടെ വെച്ച് വരണമെങ്കിലും AC ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും. ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ പോയിട്ട് വരുമ്പോൾ റൂമൊക്കെ ചൂടായിട്ടിരിക്കുമായിരിക്കും. സോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ AC ഒക്കെ ഓണാക്കി തണുപ്പിച്ചിട്ട് വീട്ടിൽ കയറാം, ആ ഒരു സെറ്റപ്പ് ആക്കാം. ആൻഡ് ഇത് എൻ്റെ അനദർ ഡ്രീമാണ്. ഞാൻ കുറേ നാളായിട്ട് കഷ്ടപ്പെട്ട് അച്ചീവ് ചെയ്ത സാധനമാണ്. ഇതിൻ്റെ ഫസ്റ്റ് DSLR അല്ല, ഇത് മിറർലെസ് ക്യാമറയാണ്. ഇത് കാനോണിൻ്റെ M50 Mark II എന്ന് പറഞ്ഞ മോഡലാണ്. കിറ്റ് ലെൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ക്യാമറ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. എൻ്റെ സ്റ്റുഡിയോയിലുള്ള വീഡിയോസിൽ നിങ്ങൾ ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന റീൽസൊക്കെ ഞാൻ ഈ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു സെറ്റപ്പിൽ വെച്ചിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലൈറ്റ് ജസ്റ്റ് ബെഡ് ലൈറ്റ് പോലെ ഉപയോഗിക്കുന്ന രീതിയിൽ. ഇതാണ് എൻ്റെ ഒരു ടേബിൾ സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പിന്നെ മറ്റേ പോർട്രോണിക്സിൻ്റെ ഒരു പവർ ബാങ്ക്, ഇത് ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടോ. ഇത് 27000 mAh 65 വാട്ട്സ് സപ്ലൈ ഉള്ള. ആൻഡ് യെസ്, വിട്ടുപോയ സാധനം മൈക്ക്, ഓഡിയോ അറയുടെ ഒരു RGB മൈക്കുണ്ട്. എനിക്ക് ഏതൊക്കെ സാധനങ്ങൾ എനിക്ക് RGB കിട്ടാവോ അതെല്ലാം RGB ആക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഉപയോഗിക്കും സാംസങ് വാച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ ടേബിളിൽ കാണാനുള്ളത്. പിന്നെ മെയിൻ കാര്യം, ഞാൻ കുറേ നാൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ച സാധനമാണ്. ആമസോണിൽ കേബിൾ ടൈ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ കേബിളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു പാക്കേജ് കിട്ടും. അറൗണ്ട് ഒരു 1000 റുപ്പീസ് കണ്ടു വരും. അത് വെച്ചിട്ട് നിങ്ങൾ ഈ കാണുന്ന പോലെ എൻ്റെ ടേബിളിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം ഞാൻ കേബിൾ മാനേജ്മെൻറ്റ് ഒരു പരിധി വരെ സെറ്റപ്പ് ആക്കാൻ നോക്കി. അതായത് എനിക്ക് വയർ ഈ മെസ്സായി കിടക്കുന്നതും ഇഷ്ടമല്ല എന്നൊന്നും പറയാതിരിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷേ അത്യാവശ്യം നമുക്ക് പറ്റുന്ന രീതിയിൽ വയറൊക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു ക്ലീൻ ലുക്ക് കിട്ടും. ഞാൻ ഈ ടേബിൾ പണിഞ്ഞപ്പോൾ കസ്റ്റമായിട്ട് പണിഞ്ഞതുകൊണ്ട് തന്നെ
ബാക്കിൽ ഒരു കുറച്ച് സ്റ്റോറേജ് ഏരിയസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കേബിൾസും വൈഫൈയുടെ മോഡവും അല്ലാത്ത ചില്ലറ സാധനങ്ങളൊക്കെ എനിക്ക് എക്സ്റ്റൻഷൻ ബോർഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് വെക്കാൻ വേണ്ടി ഒരു സ്റ്റോറേജ് പോലെ സംഭവം സെറ്റ് ആയി കിട്ടി. ആൻഡ് ഇതിന് പുറകിൽ എനിക്ക് RGB ഉണ്ടായിരുന്നു, പക്ഷേ അത് കട്ടായിപ്പോയി. അതെല്ലാവരും ഞാൻ കാണിച്ചിരുന്നു, സോൾഡർ ചെയ്ത് റെഡിയാക്കണം. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റുഡിയോ പ്ലസ് എൻ്റെ റൂം പ്ലസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വർക്ക് സ്റ്റേഷൻ സെറ്റപ്പിൻ്റെ ഒരു ടൂർ എന്ന് പറയുന്നത്. ഒത്തിരി 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 നാളത്തെ ആഗ്രഹമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു 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 റിസൾട്ട് ആണെന്ന് വേണമെങ്കിൽ ഈ കാണുന്നത് പറയാം. ഞാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങുന്നത് 2018 2019, 20, 21, 22, 23, 24, 25 7 വർഷം. 7 വർഷമായി ഗൈസ്. 7 വർഷം കൊണ്ട് നേടിയ ഒരു സ്വപ്നം എന്ന് വേണമെങ്കിൽ എൻ്റെ പുറകിൽ കാണുന്ന സെറ്റപ്പിനെ വിശേഷിപ്പിക്കാം. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച് വന്നതോ ഒരു ദിവസം കൊണ്ട് ഞാൻ മേടിച്ച് കൂട്ടിയതൊന്നുമല്ല. പതുക്കെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം. 2020 ഞാൻ എൻ്റെ സ്റ്റുഡിയോ ടൂർ ഇട്ടിട്ടുണ്ട്, 2021 ഞാൻ ഇട്ടിട്ടുണ്ട്, 2022 ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു, 2023 ഇട്ടിട്ടുണ്ട്, 2024 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഗ്രോത്ത് മനസ്സിലാവും. അപ്പോൾ ഈ കാണുന്നതൊന്നും ഞാൻ ഒരു ദിവസം കൊണ്ട് മേടിച്ചല്ല. ഈ പല വർഷങ്ങളായിട്ട് ഓരോന്നും ചുരുക്കി വെച്ച് സൂക്ഷിച്ച് കൂട്ടി വെച്ച് മേടിച്ച സാധനങ്ങളാണ്. ഇന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലീപ്പ് ആവരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ മേടിച്ച സാധനങ്ങളാണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ദൈവം സഹായിച്ച് ഇങ്ങോട്ട് ഈ പുതിയ വീട്ടിലോട്ട് മാറിയ സമയത്ത് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്ത് വെച്ചപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിട്ട് കിട്ടി. വേണമെങ്കിൽ എല്ലാവർക്കും കണ്ണു വെക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പായിട്ട് മാറി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചുമ്മാ ജസ്റ്റ് കിഡിങ്. അപ്പോൾ ഈ കാണുന്ന സ്റ്റുഡിയോയിൽ നിന്നായിരിക്കും ഇനിയും കാണുന്ന വീഡിയോസൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇനിയും കാണാൻ പോകുന്ന വീഡിയോസൊക്കെ വരിക. എനിക്ക് പോഡ്കാസ്റ്റ് ഒക്കെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യവും സ്ഥലങ്ങളും നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഓണാക്കണം. ആൻഡ് നമ്മുടെ ക്യാമറയുടെ പുറകിൽ ഒരാളും കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ചിരി ഹായ്. ഇതാണ് ഗൈസ് നമ്മുടെ മൈക്ക് വേണ്ട. അതെ ഇതാണ് ഗൈസ് നമ്മുടെ ക്യാമറമാൻ കം എഡിറ്റർ കം അല്ല നമ്മുടെ ചങ്കാണ്, നമ്മുടെ കൂട്ടുകാരനാണ്. സോ പുള്ളി വന്ന് ഷൂട്ട് ചെയ്ത് തന്നു. നിങ്ങൾ ഈ കണ്ട ബീറോൾ എങ്ങനെ ഉണ്ടെന്നും കൂടെ കമൻറ്റ് സെക്ഷനിൽ പറയണം. നല്ല ബീറോൾ ആയിരിക്കും അവിടെ ആണെന്നും പറയുന്നു. സോ ഈ ഒരു കുഞ്ഞ് സ്റ്റുഡിയോ ടൂർ വീഡിയോ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം എല്ലാത്തിനും പറയണം. നമ്മൾ ഇനി തൊട്ട് ലോങ് വീഡിയോസ് ഒക്കെ നല്ല ഫോർമാറ്റിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കുറേയധികം പുതിയ ടോപ്പിക്കും പുതിയ കണ്ടന്റുകളും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. സോ പുതിയൊരു വീഡിയോ കാണാം ഗൈസ്. അതുവരേക്കും ബൈ.